തീർച്ചയായിട്ടും ആളുകൾ വന്ന് വോട്ട് ചെയ്യും. കാരണം LDFനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണല്ലോ. ഇപ്പോൾ LDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലുടനീളം കണ്ടത് ജനങ്ങൾ സർക്കാരിന് ആവേശകരമായൊരു പിന്തുണ നൽകുന്നതാണ്. കഴിഞ്ഞ 9.5 വർഷത്തെ സർക്കാരിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ അഭിമാനത്തോടെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് തല ഉയർത്തിപ്പിടിച്ചാണ് LDF പ്രവർത്തകർ വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായൊരു വിജയം LDFന് ഉറപ്പാണ്. പ്രതിപക്ഷത്തിൻ്റെ പാപ്പരത്വം വ്യക്തമാക്കുന്നതാണ് അത്തരത്തിലുള്ള നുണപ്രചരണങ്ങളെല്ലാം. പലപ്പോഴും അത് സംബന്ധിച്ച് നടത്തിയ നുണപ്രചരണങ്ങൾക്കെതിരെ ഇലക്ഷൻ കമ്മീഷന് നടപടിയെടുക്കേണ്ടി വരെ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ സർക്കാരിനെതിരെ പറയാൻ ഒരു ആയുധവും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. സർക്കാരും സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന LDF ഒരു മുന്നണി എന്ന നിലയിലും ബഹുദൂരം മുന്നിലും LDFനൊപ്പം എത്താൻ ഓടിക്കിടച്ച് കഴിയാതെ വളരെ പിന്നിലുമായിരുന്നു മറ്റ് രണ്ട് മുന്നണികളും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം. റിസൾട്ട് വരുമ്പോഴും ആ ചിത്രം നമുക്ക് കാണാം. വെൽഫെയർ പാർട്ടി സഖ്യത്തിനെതിരെ ഇന്ന് മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് തന്നെ സംഘടനകളിൽ നിന്ന് തന്നെ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് വന്നിട്ടുള്ളത്. കാരണം വെൽഫെയർ പാർട്ടി ജമാഅത്തെ ഇസ്ലാമിയുടേതാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ RSSൻ്റെ ഒരു പ്രതിരൂപമാണ്. RSSൻ്റെ പ്രത്യയശാസ്ത്ര സംഘടനാ രൂപം അതേപോലെ പകർത്തിയിട്ടുള്ള ഒന്നാണ്. ഒരു ഭാഗത്ത് സവർക്കറാണെങ്കിൽ മറുഭാഗത്ത് തത്തുല്യനായിട്ടുള്ള മൗദൂദിയാണ് നിൽക്കുന്നത്. അപ്പം മതരാഷ്ട്രവാദികളാണ് ജമാഅത്തെ ഇസ്ലാമി. RSSുമായിട്ട് പലതവണ ചർച്ച നടത്തിയിട്ടുള്ളവരുമാണ്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരായിട്ടുള്ള ഒരു ഏകീകരണം ഇന്ന് മുസ്ലിം സംഘടനകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുകൂടുന്നത് UDFൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അങ്ങേയറ്റത്തെ അധപ്പതനവും അപജയവുമാണ് കാണിക്കുന്നത്. UDF ഉയർത്തി കാണിക്കുന്നത് ഈ CPM അല്ലെങ്കിൽ LDFും ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുമായി വലിയ തോതിൽ സഹകരണം നടത്തിയില്ല. ഒരു ചർച്ചകളുടെ ഫോട്ടോസ് അടക്കം പോലെ AK ബാലൻ്റെ പ്രസ്താവന അടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ആ ബന്ധം ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു കാലത്തും തെരഞ്ഞെടുപ്പിലൊരു ധാരണ LDF ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കാണാൻ വരുന്ന ആളുകളുമായിട്ട് ചർച്ച പല ആവശ്യങ്ങളുമായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, അവർ കാണാൻ വന്നിരുന്നു, നിവേദനവുമായിട്ട് കാണാൻ വന്നിരുന്നു. അവരോട് മുഖത്ത് നോക്കി പറഞ്ഞു സോളിഡാരിറ്റി ഒരു സാമൂഹ്യ വിരുദ്ധ സംഘടനയാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. കാരണം കേരളത്തിലെ നാഷണൽ ഹൈവേ വികസനത്തിനൊക്കെ എതിരായിട്ടുള്ള സമരത്തിൻ്റെ ബുദ്ധികേന്ദ്രം ആരായിരുന്നു? കേരളത്തിൽ നാടിൻ്റെ പുരോഗതിക്കെതിരായിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ബുദ്ധികേന്ദ്രമായിട്ട് പ്രവർത്തിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ നിയന്ത്രണത്തിലുള്ള സംഘടനകളുമാണ്. അത് RSSനെ പോലെയാണ്. RSSന് പല പേരിലുള്ള മുന്നണി സംഘടനകളുണ്ട്. അതുപോലെയാണ് ജമാഅത്തെ ഇസ്ലാമിക്കും. ഇവരാണ് കേരളത്തിൻ്റെ പുരോഗതിയെയും വികസനത്തെയും മുടക്കാൻ മുന്നിൽ നിന്നിട്ടുള്ളത്. അത് എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ. കമ്മിറ്റിയിലെയും വഖഫ് ബോർഡിലേക്കുമുള്ള പ്രാതിനിധ്യം അത് അടുത്ത വർഷം കൊടുത്ത പ്രാതിനിധ്യമടക്കം ഉയർത്തി കാണിച്ചപ്പോൾ അതിന് വെൽഫെയർ പാർട്ടി മറുപടി പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല. ഒരു പ്രാതിനിധ്യം ജമാഅത്തെ ഇസ്ലാമി എന്ന പരിഗണനയിൽ ആർക്കും കൊടുത്തിട്ടില്ല. വെൽഫെയർ പാർട്ടി എന്ന പരിഗണനയിലും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. അവർ ജനാധിപത്യത്തെ എതിർക്കുന്നവരാണ്. RSSനെ പോലെ തന്നെ അവർ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. സർക്കാർ ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവരാണ്. അവർ മതരാഷ്ട്രം അല്ലാതെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ രാഷ്ട്രത്തെയോ ഭരണകൂടത്തെയോ ഒരു കാലത്തും അംഗീകരിച്ചിട്ടുള്ളവരല്ല. എന്ന് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യാൻ തുടങ്ങിയത്? അവർ വോട്ട് ചെയ്യാൻ തുടങ്ങി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ആർക്കാണ് വോട്ട് ചെയ്തത്? കോൺഗ്രസിനാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. മാർക്സിസ്റ്റുകൾക്കും ഫാസിസ്റ്റുകൾക്കും വോട്ട് ചെയ്തില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖവാരിക അഭിമാനപൂർവ്വം എഴുതിയിട്ടുള്ളതാണ്. മാർക്സിസ്റ്റ് വിരുദ്ധരാണ് അങ്ങേയറ്റം. RSS എത്രത്തോളം മാർക്സിസ്റ്റ് വിരുദ്ധരാണോ അത്രത്തോളം മാർക്സിസ്റ്റ് വിരുദ്ധരാണ് ജമാഅത്തെ ഇസ്ലാമി. രണ്ടു കൂട്ടരും ഒരുപോലെ ഞങ്ങൾ എതിർക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഉറച്ച മതനിരപേക്ഷ നിലപാടിൻ്റെ തെളിവല്ലേത്? രണ്ട് മതരാഷ്ട്രവാദികൾ ഒരേപോലെ എതിർക്കുന്നു എന്നുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് CPM നന്ദി പറഞ്ഞതൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ അവരോട് ഒരു കാലത്തും ഞങ്ങൾക്ക് നന്ദിയുമില്ല, അനുഭാവവുമില്ല, ആഭിമുഖ്യം ഉണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് അതിജീവിതം നൽകിയ പരാതിയിൽ ഇപ്പോൾ KPCC പ്രസിഡന്റ് പറഞ്ഞത് അത് വെൽ ഡ്രാഫ്റ്റഡ് മെയിലാണ് എന്നുള്ളതാണ്. ലീഗലി തന്നെ വെൽ ഡ്രാഫ്റ്റ് ചെയ്ത മെയിലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ഈ അതിജീവിതകൾക്കെതിരായിട്ടുള്ള നിലപാട് പ്രഖ്യാപിച്ചത് UDF കൺവീനറാണ്. രണ്ടാം ഘട്ടത്തിൽ KPCC പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണ് പുറത്തു വരുന്നത്. നോക്കൂ, ഒരു അതിജീവിതയുടെ പരാതിയെ പോലീസിന് ഞങ്ങൾ കൈമാറി എന്നത് അഭിമാനപൂർവ്വം പറഞ്ഞു നടന്നവരാണ് ഇവർ. ഇപ്പോൾ അവർ നിലപാട് മാറ്റി. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്.
വേട്ടക്കാർക്കൊപ്പം ഓടുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത്. അതാണ് UDF കൺവീനറുടെയും ഇപ്പോൾ KPCC പ്രസിഡന്റിൻ്റെയും പ്രസ്താവന കാണിക്കുന്നത്. ഇവരല്ലേ പറഞ്ഞത് ഞങ്ങൾക്കൊരു പരാതി കിട്ടി, ഉടൻ ഞങ്ങൾ കൈമാറി. ഇപ്പോൾ പരാതിയെ ചോദ്യം ചെയ്യുന്നു, പരാതിയിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇവരാരുടെ കൂടെയാണ് നിൽക്കുന്നത്?